ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഒരു ഉച്ചരയോടൊക്കെ ആവുന്ന സമയത്താണ് ഇവന്മാർ രണ്ടുപേരും കൂടെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ആദ്യം ഞാൻ കരുതിയത് ഇവർ ഭാര്യയും ഭർത്താവുക തമ്മിൽ എന്തെങ്കിലും വീട്ടിലെ കാര്യം പറഞ്ഞ് കിടന്ന് അടിയിടുവാണെന്ന്. പിന്നെ നമ്മുടെ ChatGPT ആണെന്നാ പറഞ്ഞു തന്നത് ഇത് അവനും അവളും അല്ല അവനും ആണെന്ന്. അത് മാത്രമല്ലെന്ന് ChatGPT ഇവർ തമ്മിൽ അതിർത്തി തർക്കമാണെന്ന് വരെ എന്നോട് പറഞ്ഞു തന്നു. പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കുറച്ച് കൗതുകം കൂടുതലാണെങ്കിലും 3-4 ദിവസമായിട്ട് ഈ അടി നടക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന്. പിന്നെ ഇവന്മാർ നമ്മളെപ്പോലൊന്നും അല്ല കേട്ടോ, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാടി. ശരീരം കളഞ്ഞുള്ള പരിപാടിക്കൊന്നുമില്ല, കാരണം മുറിവൊന്നും ദേഹത്ത് കാണാനില്ല. പരസ്പരം അടിയിടുക, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് സംസാരിക്കുക, പിന്നെ അടിയിടുക, അങ്ങനെയൊക്കെയാണ് അടി. ഇതിന്റെ ഇടയ്ക്ക് അടി തോട്ടിട്ടാണോ അതോ പെണ്ണുമ്പുള്ള വിളിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, ഒരുത്തനോടി മാവിന്റെ മണ്ടയിലോട്ട് പോയി. മറ്റേവൻ പുറയേന് എടാ ധൈര്യം ഉണ്ടോ ഇറങ്ങി വേണം, ഒരംഗത്തിനുള്ള ആരോഗ്യം ഇനിയും ഉണ്ടടാന്നും പറഞ്ഞു. വിളിച്ചാൽ പിന്നെ മറ്റേവൻ വരാതിരിക്കുമോ, പിന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് താഴെ കിടന്ന് പിന്നെ അടുത്ത അംഗത്തിനുള്ള പുറപ്പാടായി. ആദ്യം ഒരു മുഖത്തോട് മുഖം നോക്കി നിൽക്കും, എന്നിട്ട് ആരാദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന അന്നേരം മറ്റേവൻ പുറയിലും ചെന്ന് കടിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലെ കടിച്ചാണ് അടി. പിന്നെ ഇവന്മാർക്ക് ദേഷ്യം വരുന്ന സമയത്ത് അടിയിടുമ്പോഴാണ് അത്ര ഇവരുടെ ദേഹത്ത് ഇങ്ങനെ ചുമപ്പ് കളർ കാണുന്നത്. പണ്ടൊക്കെ ഈ ഓന്തിനെ എനിക്ക് പേടിയായിരുന്നു. എന്താണെന്നറിയാം, ഈ വീട്ടിലുള്ള അമ്മച്ചിയൊക്കെ പറഞ്ഞു ഈ ഓന്ത് ചോര കുറ്റി കുടിക്കുമെന്ന് പൊക്കളിൽ കൂടെ. അതുകൊണ്ട് ഓന്തിനെ കാണുമ്പോൾ പൊക്കള് തപ്പി പിടിച്ചോണ്ട് നിന്ന ഒരു കുട്ടിക്കാലം എനിക്ക് ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? കൊച്ചിലെ ഈ കുഞ്ഞു മനസ്സിൽ വേണ്ടാത്തേക്ക് ഓരോന്ന് കുത്തി നിറച്ചിട്ടായിരിക്കും അന്നേ ഈ ഓന്തിനെ ഒരു പേടിയുണ്ട്, ഇപ്പോഴും ആ പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിന്ന് ആ വീഡിയോ എടുത്തത്. ലാസ്റ്റ് ഇവന്മാർ അടി ഇപ്പോഴെങ്കിലും തീരത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോയി. കാരണം ഇനി എൻ്റെ തൊട്ട് കാണാൻ ചാടി വീണാല്